ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2026 നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ 26/2026. ഓക്കെ, 26/2026 ആണ് കാറ്റഗറി നമ്പർ. ഗസറ്റ് ഡേറ്റ് 30/5/2026, അതായത് 30-ാം തീയതി 30/5 ഈ കഴിഞ്ഞ 30/5/26 വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026. ഓക്കെ, 1/7/2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. Applications are invited online only from qualified candidates for selection to the under-mentioned post in Kerala Government Service. Before applying for the post, the candidate should register as per one-time registration scheme through the official വെബ്സൈറ്റ് ഓഫ് ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നമുക്കറിയാം, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ പറയുന്ന KPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുവഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതൊക്കെ അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ആധാർ കാർഡ് ഷുഡ് ആഡ് ആധാർ ആസ് ID പ്രൂഫ് ഇൻ ദിയർ പ്രൊഫൈൽ. ഇതൊക്കെ നോർമൽ കാര്യങ്ങളാണ്. ഓക്കെ, നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നെയിം ഓഫ് ദ പോസ്റ്റ് അറിയാലോ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഡിഫറently ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഇൻ റെസ്പോൺസ് ടു ദിസ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള എന്താണ് ഒരു പോസ്റ്റ് ആണല്ലോ നമ്മുടെ AMVA എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 45,600 മുതൽ 95,600 വരെയാണ് എന്ത് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയും. അപ്പൊ ആ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഏറ്റവും കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്ത് നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ഡ്രീം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് നമ്മൾ 2026 നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യണ്ടേ, നമ്മൾ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, അതനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയം ആയി കഴിഞ്ഞു. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ഒരു സെഷന്റെ ഒരു എന്താണ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേ സ്കെയിലൊക്കെ നിങ്ങൾ കണ്ടു. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ PSC എഴുതി, നമ്മൾ എക്സാം എഴുതി, പരീക്ഷ എഴുതി, ഇന്റർവ്യൂ നമ്മളെ വിളിച്ച് നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോയി നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ജോലി കിട്ടുക. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 41 വയസ്സ് വരെയാണ്. ഓക്കെ, 40 വയസ്സ് വരെയാണ്. 21 മുതൽ 40 വയസ്സ് വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയാം. അതിന്റെ കാര്യം 36 ആയിരുന്നല്ലോ PSCയുടെ അപ്പർ ഏജ് ലിമിറ്റ് 36 ആയിരുന്നല്ലോ ജനറൽ കാറ്റഗറിക്ക്. അതിപ്പോ എന്താക്കി 40ലേക്ക് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ 36 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ഏജ് ഓവറായി പോയല്ലോ, ഇനി എനിക്ക് പറ്റൂലല്ലോ എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് 21 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഡിപ്ലോമയാണ് ബേസിക് യോഗ്യത എന്ന് പറയുന്നത്. അത് BTech-കാർക്കോ അല്ലെങ്കിൽ ബാച്ചുലർ ഇൻ എഞ്ചിനീയറിംഗ് BE-കാർക്കും എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഈ മേൽ പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്താണ് സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ ഉള്ള ആൾക്കാർക്കും എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, only candidates born between 2/1/1986 and 1/1/2005, both dates include, are eligible to apply for this post with usual relaxation to scheduled caste, scheduled tribe and other backward communities. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2/1/1986 1/1/2005 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് എഴുതാൻ പറ്റുക. ഈ രണ്ട് ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ രണ്ട് ഡേറ്റ് ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാം, എഴുതാം.
ഇനി ഏജ് റിലാക്സേഷനുള്ള അറിയാമല്ലോ, ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒക്കെ റിലാക്സേഷൻസ് ഈ 21 മുതൽ 40 വയസ്സിനെ എന്ന് പറഞ്ഞല്ലോ, അത് ജനറൽ ആൾക്കാർക്കാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിക്കാണ്. അത് കഴിഞ്ഞിട്ടും എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ദെയർ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണോ ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ എന്തുണ്ട്, നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ ഒരു നമ്മൾ പ്രസന്റേഷനിൽ കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് അല്ലെ, SSLCയോ അല്ലെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ടോ എന്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് 10ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആദ്യം അത് ഉറപ്പായിട്ട് ഉണ്ടാവുമല്ലോ, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം SSLC വേണം ബേസിക് ആയിട്ട്. പിന്നെന്താണ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അത് 3 ഇയർ കോഴ്സ് ആയിരിക്കും ഡിപ്ലോമ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ എന്ത് വേണം, നമുക്ക് ഡിപ്ലോമ ബേസിക് ക്വാളിഫിക്കേഷൻ അറിയുന്ന കാര്യമാണ്. സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ SBTE അല്ലെ, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് SBTE എന്ന് പറയാം. അപ്പൊ SBTE കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഓർ എനി ഇക്വലന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും തത്തുല്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിലുള്ള എല്ലാ പോളിടെക്നിക് കോളേജസും അല്ലെങ്കിൽ മിക്ക ഒരു 99% പോളിടെക്നിക് കോളേജസും റൺ ചെയ്യുന്നത് ഇറ്റ് ഈസ് അണ്ടർ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ SBTE ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാർക്കുമുള്ള എല്ലാവർക്കും SBTE ആയിരിക്കും എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബോർഡ് എന്ന് പറയുന്നത് SBTE ആണ്, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലാണ് നമ്മുടെ ഡിപ്ലോമ കോഴ്സസ് എല്ലാം വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ അത് KTU അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു, പിന്നെന്തായി KTU ആയി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആയി. ആ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ക്യുസാറ്റോ ഏത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതായാലും BTechോ അല്ലെങ്കിൽ ബാച്ചുലർ ഇൻ എഞ്ചിനീയറിംഗ് BE സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതായിരിക്കണം, മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ ആയിരിക്കണം. ഓക്കെ, any qualification in either of the above disciplines declared as equivalent to the above diploma by the central government or the state government must hold a current valid driving license authorizing him to drive, must hold a current valid driving license authorizing him to drive motorcycle, heavy goods vehicle and heavy passenger motor vehicle. അപ്പോൾ എന്താ പറയാ, നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് ആർക്കൊക്കെ എഴുതാൻ പറ്റുക, അതായത് ഈ പറഞ്ഞ പോലെ ഡിപ്ലോമയ്ക്ക് ഉണ്ടാവും, പക്ഷേ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചോദിക്കും, സാധാരണ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മതിയോ എന്ന് ചോദിച്ചാൽ അത് പോരാ. ഓക്കെ, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പോരാ, നമുക്ക് എന്ത് തന്നെ വേണം, ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം ഹെവി ഇല്ലാത്ത ആൾക്കാർ ഇനിയിപ്പോൾ സമയമുണ്ടെന്ന് അറിയില്ല, എങ്ങാനും ഇത് മുന്നേ അറിഞ്ഞ് ഹെവി വേണം എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ എടുക്കാനായിട്ടുള്ള പ്രൊസീജിയറാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള പ്രൊസീജിയറുകൾ ചെയ്യുക. ഇനി അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നമുക്ക് ഹെവി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എപ്പോഴൊക്കെയാണ് നമുക്ക് ഹെവി വേണ്ടതെന്നുള്ളത്. അതായത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്നാ വന്നത്, ഈ 30-ാം തീയതി ആണല്ലോ വന്നത്. അപ്പൊ 30-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി നമ്മൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുക, അത് അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഏതാ, 1/7/2026. ഈ 1/7/2026 നോട്ടിഫിക്കേഷൻ തീരുന്ന മിഡ് നൈറ്റ് 12 മണിയാണെന്ന് തോന്നുന്നു. രാത്രി 12 മണിക്കുള്ളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എടുത്തിരിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇല്ലല്ലോ, എക്സാം ഒക്കെ എഴുതിയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഹാജരാക്കാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഈ സാധനം നമുക്ക് വേണം, നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏത് സാധനം, ഈ പറയുന്ന ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് മാത്രമല്ല എല്ലാ സ്റ്റേജസിലും കാൻഡിഡേറ്റ് ഷാൾ പൊസസ് എ കറന്റ് ഡ്രൈവിംഗ് ലൈസൻസ് ത്രൂ ഔട്ട് ഓൾ ദ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ, OMR ടെസ്റ്റ്,
ഇന്റർവ്യൂ എക്സെട്ര. അതായത് ഇന്റർവ്യൂവിനായാലും OMR ടെസ്റ്റിന്റെ സമയത്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും എല്ലാ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ് സമയങ്ങളിലും എല്ലാ സെലക്ഷൻ പ്രോസസ്സിന്റെ എല്ലാ സ്റ്റേജസിലും എല്ലാ സമയങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി ഒരു പ്രശ്നം വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി ഹെവി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളിരിക്കും, നമ്മൾ അറിയൂല എന്ത് സംഭവിക്കാം. ഈ പറയുന്ന പോലെ ഡേറ്റ് കഴിയാം, ഇൻവാലിഡ് ആയി പോവാം, എക്സ്പയർ ആയി പോവാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി റോഡ് ടെസ്റ്റ് ഓടിച്ച് കാണിച്ച് ടെസ്റ്റ് ഈ പറയുന്ന പോലെ ലൈസൻസ് പുതുക്കുക. അത് ലൈസൻസ് എക്സ്പയർ ആയി 1 വർഷത്തിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫൈൻ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പുതുക്കാൻ പറ്റും. പക്ഷെ അതും കഴിഞ്ഞു പോയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈൻ കൊണ്ട് നമുക്ക് പുതുക്കാൻ പറ്റില്ല. യു നീഡ് ടു ഹാവ് എ റോഡ് ടെസ്റ്റ്. ഒരു റോഡ് ടെസ്റ്റ് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ട്, റോഡ് ടെസ്റ്റ് മാത്രം മതി, ടി വേണ്ട. ടി ആണല്ലോ നമ്മൾ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനം എന്ന് പറയാം. അപ്പൊ ടി വേണ്ട, നിങ്ങൾക്ക് ഇനി ടി എടുക്കണ്ട. അങ്ങനെ എക്സ്പയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് ടി വേണ്ട. ഇനി എന്ത് മാത്രം മതി, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റോഡ് ടെസ്റ്റ് മാത്രം ചെയ്യുക. റോഡ് ടെസ്റ്റ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സ്പയർ ആയി പോയിട്ടുള്ള ആ ഒരു ലൈസൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പുതുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പെട്ടെന്ന് പോയി എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് പുതുക്കിക്കൊള്ളുക. ഓക്കെ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഇതിനകത്ത് നമ്മളൊരു യൂണിഫോം പോസ്റ്റ് ആണല്ലോ, നമ്മൾ എല്ലാവരും ഒക്കെ പറയുന്നത്, ഈ യൂണിഫോം പോസ്റ്റ് ഒക്കെ അത്രയ്ക്കധികം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് ഇഷ്ടപ്പെടാത്തവരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ജോലി ഡ്രീം ചെയ്ത് നടക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളിൽ പല ആൾക്കാരും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. യു നീഡ് ടു ഹാവ് ഫിസിക്കലി ഫിറ്റ്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ആൻഡ് ഷാൾ possess the following minimum physical standards for the male or female. മെയിലിനാണെങ്കിൽ 165 സെന്റിമീറ്റർ ഹൈറ്റ്, 165 സെന്റിമീറ്റർ ഹൈറ്റ്. ഫീമെയിലാണെങ്കിൽ 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ മെയിലിനാണെങ്കിൽ എത്രയാണ്, ജനറൽ കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷ വിഭാഗത്തിന് 165 സെന്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം. അത് സ്ത്രീകളാണെങ്കിൽ 152 സെന്റിമീറ്റർ പൊക്കം, നീളം, ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് പുരുഷന്മാർക്ക് 81 സെന്റിമീറ്റർ വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. അതായത് നോർമലായിട്ട് എക്സ്പാൻഡ് അല്ലാത്ത സമയത്ത് 81 സെന്റിമീറ്റർ നെഞ്ചളവ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വന്നിരിക്കണം. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ നോർമൽ മനുഷ്യനൊക്കെ അത് ഉണ്ടാവും. അപ്പൊ അത് കുഴപ്പമില്ല, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഇനി ഈ പറയുന്ന ചെസ്റ്റ് ഫീമെയിൽസിന് ആപ്ലിക്കബിൾ അല്ല, മെയിലിന് മാത്രമാണ് എന്ത് ഈ പറയുന്ന 81 സെന്റിമീറ്റർ മിനിമം ചെസ്റ്റ് ഡയമെൻഷനും പ്ലസ് 5 സെന്റിമീറ്റർ ഓഫ് എക്സ്പാൻഷൻ വേണ്ടത് മെയിൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ്. ഫീമെയിൽ കാറ്റഗറിക്ക് അത് ബാധകമല്ല, നോട്ട് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി not for candidates belonging to scheduled caste or scheduled tribe, the minimum height shall be 160 centimeter. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ജനറൽ കാറ്റഗറിക്കാണ് നമ്മൾ എന്ത് പറഞ്ഞത്, 165 സെന്റിമീറ്റർ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള ആൾക്കാർക്ക്, അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിന് പുരുഷന്മാർക്ക് 160 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. 160 സെന്റിമീറ്റർ ആണ് എന്ത് നമുക്ക് ഹൈറ്റ് ആയിട്ട് വേണ്ടത് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് 150 സെന്റിമീറ്റർ ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഓക്കെ, 150 സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആൾക്കാർക്ക് എന്ത് വേണം, ഹൈറ്റ് ആവശ്യമായിട്ടാണ്. അപ്പൊ ഇത് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി മസ്റ്റ് ടു പൊസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ബിലോ മെൻഷൻഡ് വിതൗട്ട് ഗ്ലാസസ്. അതായത് നമ്മൾ സ്പെക്സ് വെക്കാതെ, ഒരു പവർ ഗ്ലാസ് വെക്കാതെ നമുക്ക് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും എന്ത് വേണം, ഡിസ്റ്റന്റ് വിഷൻ 6x6 സ്നെലൻ, രണ്ട് കണ്ണുകൾക്കും 6x6 വിഷൻ വേണം. സ്നെലൻ ചാർട്ട് എന്താണ്, സ്നെലൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചാർട്ടാണ്. സ്നെൽസ് ചാർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ കാഴ്ചശക്തി പരിശോധിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പൊ അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 6x6 ആയിരിക്കണം നമുക്ക് രണ്ട് കണ്ണുകൾക്കും വേണ്ടത്. റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും നമുക്ക് എന്ത് വേണം, 6x6 വിഷൻ നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ഒരു ഒഫ്താൽമോളജിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഒരു അത് നമ്മൾ വരുന്നത് പറയുന്നുണ്ട്. ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നിയർ വിഷൻ 0.5 സ്നെലൻ, 0.5 അവർ രണ്ട് കണ്ണുകൾക്കും റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും 0.5 സ്നെലൻ ആണ് നമുക്ക്
വേണ്ടത്. ഓക്കെ, 0.5 എന്താണ്, നിയർ വിഷൻ ആണ്. ഇത് ഡിസ്റ്റന്റ് വിഷൻ ആണ് 6/6 എന്ന് പറയുന്നത്. നിയർ വിഷൻ 0.5 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. Each eye must have a full field of vision. ഈ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ്, നമ്മുടെ രണ്ട് കണ്ണുകൾക്കുള്ള ഒരു ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ടല്ലോ, ഏകദേശം 120 ഡിഗ്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 120 ഡിഗ്രിയൊക്കെ നമുക്ക് ആ ഒരു ഫീൽഡ് ഓഫ് വിഷൻ, ആ ഒരു ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ നമുക്ക് ആവശ്യമാണ്. കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്താണ്, നമ്മുടെ ഈ പറയുന്ന വർണ്ണാന്തത ഉണ്ടാവാൻ പാടില്ല. സ്കിൻഡ് ഓർ എനി മോർബിഡ് കണ്ടീഷൻസ് ഓഫ് ദ ഐ or lids of either eye shall be a disqualification for the appointment. അതായത് നമുക്ക് ഈ പറയുന്ന മറ്റെന്തെങ്കിലും ഈ വർണ്ണാന്തത പോലെ തന്നെ മറ്റെന്തെങ്കിലും കണ്ണുകൾക്ക് എന്തെങ്കിലും എന്താണ് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് പറ്റില്ല, ഈ ഒരു ജോലി അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ഓർത്തോളുക. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരും. നമ്മുടെ സബ്സിക്വന്റ് സെലക്ഷൻ പ്രോസസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കണ്ണിന്റെയും ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കേണ്ടി വരും. അതെല്ലാം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ, നമ്മുടെ ആ ഒരു കേരള PSC ഇപ്പോൾ ഗസറ്റിൽ കൊടുത്തേക്കുന്ന ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്തുണ്ട്, ആ പറയുന്ന PDF അല്ലെങ്കിൽ ആ പറയുന്ന സർട്ടിഫിക്കറ്റുകളുടെ മാതൃക കൊടുത്തിട്ടുണ്ട്. ആ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാതൃക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സിന്റെ പല സന്ദർഭങ്ങളിലായിട്ട് PSC നിങ്ങളോട് അറിയിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഹാജരാക്കേണ്ട മാതൃക ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ആ ഒരു PDF കൂടെ തന്നെ എന്തുണ്ട്, അവൈലബിൾ ആണ്, കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് ഷാൾ ബി സർട്ടിഫൈഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ not below the rank of an assistant surgeon, not below the rank of an assistant surgeon specialized in ophthalmology of a government hospital. കേട്ടോ, അത് മനസ്സിലാക്കണേ. സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു എന്താണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റന്റ് സർജൻ, ഒഫ്താൽമോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കേഷൻ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ എന്തുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ PDF ഉണ്ട്, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതാണ് കൊടുക്കേണ്ടത്. ഡോക്ടറിന് കൊടുത്താൽ ആ ഡോക്ടർ എന്ത് ചെയ്യും, നിങ്ങളെ എക്സാം ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത്, കാൻഡിഡേറ്റ് ഷുഡ് produce medical certificate in original in the following format as and when called for by the commission. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു PDF-നകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഹാജരാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊബേഷൻ പീരീഡ് ഉണ്ടല്ലോ, എല്ലാ ജോലികൾക്കും പോലെ ഇതിന് എന്തുണ്ട്, പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. എവ്രി പേഴ്സൺ അപ്പോയിന്റഡ് ടു ദ സർവീസ് shall from the date on which he joins duty be on probation for a total period of 2 years and on duty within a continuous period of 3 years. 2 വർഷം എന്തുണ്ടാവും, നിങ്ങൾക്ക് പ്രൊബേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു 10 മാസം ട്രെയിനിങ് ഉണ്ടാവും. ഇവിടെ a probationer in the service shall undergo training for a period of 10 months as per the schedule notified by the transport commissioner. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷെഡ്യൂൾ ചെയ്ത പോലെ ഒരു 10 മാസത്തെ ഒരു നിങ്ങൾക്ക് ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, ടെക്നിക്കൽ നോളജ് തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഒരു 10 മാസത്തെ ട്രെയിനിങ് എന്ന് പറയാം. അത് നിങ്ങളുടെ ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ എന്തുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള ചെറിയ നിങ്ങളെ ഫിറ്റ് ആക്കാനായിട്ടുള്ള ചെറിയ, ഈ പോലീസിനെ പോലുള്ള കഷ്ടപ്പാടൊന്നും തന്നെ ഇല്ല, അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ചെറിയ രീതിക്ക് നിങ്ങളൊന്ന് ഫിറ്റ് ആക്കാനുള്ള വളരെ ചെറിയ രീതിക്കുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ വലിയ കഷ്ടപ്പാടുള്ള ഈ പോലീസ് ട്രെയിനിങ്ങിനെ പോലെയോ ആർമി ട്രെയിനിങ്ങിനെ പോലെയോ ഒന്നുമില്ല. യൂണിഫോം പോസ്റ്റ് ആണെന്ന് വെച്ചാൽ അയ്യോ ഇത്രയും എന്നെ കഷ്ടപ്പെടുത്തുവോ, അങ്ങനെ ഒന്നും വേണ്ട, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഇനി അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഓക്കെ. അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് അയ്യോ ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് പോവാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ രീതിക്കുള്ള ചെറിയ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഫിസിക്കലി നമുക്ക് ചെയ്യേണ്ട മൈൽഡ് കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ള ഈ പറയുന്ന 10 മാസം എന്താണ്, ഒരു അതിനകത്ത് എന്തുണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, അല്ലാണ്ട് ട്രെയിനിങ് ഉണ്ടാവും, ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ടാവും, ഈ പറയുന്ന പോലെ ചെറിയ ഫിസിക്കൽ ട്രെയിനിങ്ങും
ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ 2026 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ രത്ന ചുരുക്കമാണ് ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻസ് 1/7/2026 അപ്പൊ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ നമുക്ക് 30-ാം തീയതി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ, 30-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, 1-ാം തീയതി വരെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, നമുക്ക് അപ്പൊ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് ലാസ്റ്റ് നിമിഷം സൈറ്റ് വല്ലതും ഹാങ് ആവുകയോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ട്രാഫിക് വല്ലതും നെറ്റിന്റെ ട്രാഫിക് വല്ലതും കൂടി കഴിഞ്ഞ സൈറ്റിൽ നമ്മൾ അന്നേരം റഷ് ആയിരിക്കുമല്ലോ, അവസാന നിമിഷമൊക്കെ കൊണ്ട് അപ്ലൈ ആയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ട്രാഫിക്കിലേക്ക് ഒന്നും പോവാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ കൂട്ടി എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വേണ്ടി എന്ത് ചെയ്യരുത്, ഇങ്ങനെ കാത്തിരിക്കരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നേരത്തിനും കാലത്തിനും പോയി അപ്ലൈ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി 1/7/2026 വെനസ്ഡേ ആണ്, അതൊരു ബുധനാഴ്ചയാണ് സുഹൃത്തുക്കളെ. ബുധനാഴ്ച അപ് ടു 12 മണി വരെയാണ്, രാത്രി ഞാൻ പറഞ്ഞതുപോലെ അപ് ടു 12 midnight 12 o'clock midnight, അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ദയവ് ചെയ്ത് അർദ്ധരാത്രി ഒന്നും 11:50 ആരും ഉറക്കളച്ചിരിക്കരുത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അഡ്രസ് to which applications are to be submitted to നമുക്കറിയാം www.keralapsc.gov.in എന്ന് പറയുന്ന സൈറ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ സൈറ്റ് നമ്മുടെ സ്ഥിര ആളാണല്ലോ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി ഇൻ കേസ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടുമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഡൗട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു സെഷൻ കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സൈറ്റ് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടും ഇനിയിപ്പോ കുറച്ച് നാൾ എടുക്കും, 1 മാസം നമുക്ക് നോട്ടിഫിക്കേഷന്റെ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കൊരു കുറച്ച് മന്ത്സ് കിട്ടും, കുറച്ച് മാസങ്ങൾ നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതില്ല. ഇപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങനെ ഒരു സമയം നമുക്കില്ല. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വി തിങ്ക് വി ഹാവ് ടൈം, അത് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, സമയമുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ച് മടി പിടിച്ചിരിക്കാതെ ഇപ്പൊ തന്നെ നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു. തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇനിയെങ്കിലും തുടങ്ങിയേ പറ്റൂ. നമ്മൾ തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ദർ ഇസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ എക്സാം ക്രാക്കിംഗ് ആൻഡ് നോളജ് ഗെയിനിങ്. നമുക്ക് നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളതും എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതും തമ്മിൽ ഒരു ഫൈൻ ലൈൻ ഓഫ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നോളജ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ഒരു ഒറ്റ ടോപ്പിക്ക് തന്നെ പഠിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ അതുകൊണ്ട് എക്സാം കിട്ടണമെന്നില്ല. എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി നമ്മളത് കൃത്യമായിട്ട് പറക്കി വെച്ച് പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം. അത് ഈ ഒരു എക്സാം എന്നല്ല, ഏത് എക്സാമിനും നമുക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ എൻട്രി ആപ്പിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഇവിടെ സജ്ജമാണ്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ക്ലാസ്സസ് വിത്ത് വെൽ പ്രിപ്പയർഡ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. വെൽ ക്വാളിഫൈഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ തരാനായിട്ട് മെന്റേഴ്സും ടീച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സും എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കൂടെ നിങ്ങളും ഇതിനുവേണ്ടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2026 ഈ പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക അല്ലെങ്കിൽ ആ ഒരു വേക്കൻസി അത് നിങ്ങൾക്കുള്ളതാണ്. ഇനി നമ്പർ ഓഫ് വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതായത് ആന്റിസിപ്പേറ്റഡ് ആണ്. അത് നമ്മുടെ PDF കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആന്റിസിപ്പേറ്റഡ് ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയാം. കഴിഞ്ഞ 2022 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2022 ആണെന്ന് തോന്നുന്നു അല്ലേ, അതെ, ഏകദേശം 30 വേക്കൻസി പറഞ്ഞു. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു. പക്ഷേ അത് ഏകദേശം 121, നിലവിൽ 121ാമത്തെ അഡ്വൈസ് വരെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ 121 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 121 അഡ്വൈസസ് ഹാവ് ബീൻ ഗിവൺ ടിൽ നൗ. സോ നിങ്ങൾ മനസ്സിലാക്കണം, 30ന്റെ എത്ര ഇരട്ടിയാന്ന് അറിയാം 121. അപ്പൊ അത്രയും അഡ്വൈസ് പോയിട്ടുണ്ട്, അത്രയും വേക്കൻസി ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്കിപ്പോൾ എന്തായാലും വേക്കൻസികൾ കുറയാൻ ചാൻസ് ഇല്ല, വേക്കൻസികൾ കൂടുന്നതല്ലാതെ കുറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വേക്കൻസി കൂടും. നിങ്ങൾക്ക് മുന്നേ ഇപ്പൊ നടന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിനേക്കാളും വലിയ റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ അഡ്വൈസുകളോ പോകാനായിട്ടുള്ള 100% ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതൊരു സുവർണ അവസരമായിട്ട് കണക്കാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഇത് മാത്രമല്ല, ഒരുപാട് ടെക്നിക്കൽ എക്സാംസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കീഴിൽ വരുന്നുണ്ട്, ഓട്ടോമൊബൈൽ ആയാലും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാത്തിനെയും മുൻനിർത്തി നമ്മൾ പഠിക്കുക. നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളതല്ല, ഏറ്റവും മുന്നിലുള്ള റാങ്ക് തന്നെ എത്തുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോലി നമുക്ക് വേണമെങ്കിൽ ഏറ്റവും മുന്നിലുള്ള റാങ്കുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ജോലി നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? അല്ല, നമുക്ക് നമ്മുടെ ജോലി കിട്ടുക എന്നുള്ളത് ലക്ഷ്യം. അപ്പൊ ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ എന്ത് വേണം, നമ്മളൊരു പൊസിഷൻ നമ്മൾ സെക്യൂർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാ സഹായത്തിനും നിങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.